വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്, BJP വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ നീങ്ങാനൊരുങ്ങുന്നു. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം സന്ദീപ് വാര്യർ വിളിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഉടൻ തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകും. BJPയുമായി കലഹിച്ച്, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കലഹിച്ച്, കെ സുരേന്ദ്രനുമായി കലഹിച്ച്, പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയുമായി കലഹിച്ച് BJPയുടെ അകന്നു നിൽക്കുന്ന സന്ദീപ് വാര്യർ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ കടന്നുവരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സന്ദീപ് വാര്യർ നിശബ്ദനായിരുന്നു. ഒരുപക്ഷെ CPM-ലേക്ക് പോയേക്കാം എന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു, CPI-യിലേക്ക് പോയേക്കാം എന്ന് പിന്നീട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ആണ് സന്ദീപ് വാര്യർക്ക് പറ്റിയ തട്ടകം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. സന്ദീപ് വാര്യർ കൈ കൊടുക്കുന്നു. സന്ദീപ് വാര്യർ ഇനിയും കൈപ്പത്തിയുടെ തണലിലാകും ഉണ്ടാവുക എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം, BJPയുടെ സംസ്ഥാന വക്താവ്, ചാനൽ ചർച്ചകളിൽ BJPയുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ ഇതാ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിച്ച, ഇന്ത്യ മുന്നണി എന്നടക്കം കോൺഗ്രസിനെ പല വാർത്താ സമ്മേളനങ്ങളിലും ചർച്ചകളിലും അതിനിശ്ചിതമായി വിമർശിച്ച സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിന്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കോൺഗ്രസിന്റെ വക്താവായി സന്ദീപ് വാര്യർ മാറുകയും ചെയ്യും. ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്ന ചർച്ചയുടെ ഭാഗമായാണോ? കോൺഗ്രസ് സർവാത്മന സ്വാഗതം ചെയ്യുകയാണോ സന്ദീപിനെ? അങ്ങനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ സന്ദീപ് ഇവിടേക്ക് തന്നെ, ഞാനിപ്പോൾ നിൽക്കുന്നത് UDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. 11 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം തന്നെ KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന വാർത്താ സമ്മേളനമുണ്ട്. സാധാരണ രീതിയിലൊരു വാർത്താ സമ്മേളനം നടക്കുന്ന സ്ഥലത്തല്ല, മറ്റ് പരിപാടികളൊക്കെ നടക്കുന്ന വലിയൊരു ഹാളിൽ വലിയൊരു ക്രമീകരണം തന്നെ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് സന്ദീപ് ഇവിടേക്ക് എത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഇപ്പോൾ നേതാക്കളിൽ പലരും പറയുന്നുണ്ട് ഇവിടേക്ക് എത്തുമെന്നുള്ളത്. എന്തായാലും ഇതിലൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളൊക്കെയും പ്രതികരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകാതെ ആ സസ്പെൻസിനൊരു അന്ത്യമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സന്ദീപ് കോൺഗ്രസിലേക്ക് എന്ന് തന്നെ ഏതാണ്ട് ഉറപ്പിച്ചുകൊണ്ട് പല നേതാക്കളും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എപ്പോൾ, എങ്ങനെ, ഏത് വേദിയിൽ വെച്ച് സ്വീകരണം എന്നുള്ളത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതിലൊരു അന്തിമമായ വ്യക്തത വരുമെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഓഫീസിന്റെ മുകളിലത്തെ നിലയിൽ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വലിയ ആകാംക്ഷയോടെ പ്രവർത്തകരൊക്കെയും കാത്തു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ സന്ദീപ് എത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ അതിന്റെ ഒരു വലിയ കൗതുകത്തോടെ പ്രവർത്തകരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ഓഫീസിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സന്ദീപിനെ സംബന്ധിച്ച് കഴിഞ്ഞ തുടക്കം മുതൽ തന്നെ സന്ദീപിന്റെ ഒരു രാഷ്ട്രീയ ലൈൻ, ഈ BJP ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഇനി സന്ദീപ് BJPയിലേക്കില്ല ഏതാണ്ട് BJP കൃത്യമായി ഉറപ്പിച്ചിരുന്നതാണ്. കാരണം അതിന് പല രാഷ്ട്രീയ സാഹചര്യമുണ്ട്. RSS നേതാക്കൾ ഉൾപ്പെടെ വീട്ടിലേക്ക് എത്തിയപ്പോഴും സന്ദീപ് വഴങ്ങിയിരുന്നില്ല. അപ്പോൾ സന്ദീപിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്ന് BJP അന്ന് തന്നെ വിലയിരുത്തിയിരുന്നതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്ന സമയത്ത് നൽകുന്ന വലിയൊരു അടി എന്ന് തന്നെ BJP രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട്, BJP ജയിച്ച് കയറാൻ സാധ്യതയുള്ള പാലക്കാട് ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന് കോൺഗ്രസ് വേദിയൊരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പുറത്ത് ഈ CPM-ഉം ഒക്കെ ക്ഷണിച്ച ആളാണ് സന്ദീപ് വാര്യർ. CPI ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് എത്തുന്നു. അതും ഈ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, ഈ കൽപ്പാത്തി തേരി കഴിഞ്ഞാൽ പല ബോംബുകളും പല ഘട്ടത്തിലും പലയിടത്തും പൊട്ടും എന്നുള്ളത്. ഇതുവരെ ഇന്ത്യ മുന്നണി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്ന സന്ദീപ് വാര്യർക്ക് ഇനി ഇത് ഇന്ത്യ മുന്നണിയായി മാറുന്ന നിമിഷങ്ങളാണ് ഉള്ളത്. ചില ചർച്ചകളിലേക്കും സന്ദീപിന് പോകേണ്ടി വരും. 6 മണിക്കൂർ മുമ്പാണ് സന്ദീപ് വാര്യർ ശ്രീത്ത് കുറച്ച് ദിവസമായി നിശബ്ദനായിരുന്നു സോഷ്യൽ മീഡിയയിൽ. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ വലിയ താരമായിരുന്ന ആളായിരുന്നു സന്ദീപ്. വലിയ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. BJPക്ക് അനുകൂല പോസ്റ്റുകൾ കൊണ്ട് പല വിഷയങ്ങളിലും. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, പാലക്കാട്ട് നഗരസഭയിൽ CPM BJP സഹായത്തോടെ ഭരിച്ചിരുന്നു എന്ന പോസ്റ്റ് അടക്കം കാണിച്ചുകൊണ്ടാണ്. ഈ പോസ്റ്റാണ് 6 മണിക്കൂർ മുമ്പ് സന്ദീപ് വാര്യർ തന്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖവുമായുള്ള ഈ പോസ്റ്റ് സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു അതിന് മുൻപുള്ള അവസാനത്തെ പോസ്റ്റ്. അതിനുശേഷം 6 മണിക്കൂർ മുമ്പാണ് ഇതാ ചിരിച്ചുകൊണ്ടുള്ള സന്ദീപ് വാര്യരുടെ ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത്. അതിൽ തന്നെ വ്യക്തമായിരുന്നു തന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ. ഒരുപക്ഷെ സന്ദീപ് അത് ആ തരത്തിൽ തന്നെ
അതിനെ കണ്ടുകാണണം. അതിന്റെ ഭാഗമായി തന്നെ പ്രവർത്തകർ, അതിന് തൊട്ടു താഴെ ഒരുപാട് സന്ദീപിന്റെ ആരാധകർ, സന്ദീപിനെ ഫോളോ ചെയ്ത ആളുകൾ എന്താണ് നീക്കം എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കൂടുതലും താങ്കളിനെയും BJP-യിലേക്ക് വരരുത്, BJP-യുടെ ഭാഗമാകരുത് എന്നാണ് പല കമന്റുകളും ഉണ്ടായിരുന്നത്. സന്ദീപിന്റെ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം 9-ാം തീയതിക്ക് മുൻപ് നമുക്കറിയാം എത്രത്തോളം സംഘർഷത്തിലായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത്. 9-ാം തീയതിക്ക് ശേഷം ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖത്തോടു കൂടി 6 മണിക്കൂർ മുൻപിട്ട പോസ്റ്റാണ് ഇത്. അവിടെ തന്നെ തീരുമാനമായിട്ടുണ്ട് സന്ദീപിന്റെ രാഷ്ട്രീയ ഭാവി, കോൺഗ്രസിന്റെ സമ്മതം. ശ്രീത്തതാണ് കാരണം സന്ദീപ് വാര്യരെ ഇപ്പോൾ നേതാവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കോൺഗ്രസ് നേതാക്കളെ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എന്നാണ് മനസ്സിലാകുന്നത്. സതീശനും അവിടെയുണ്ട്. അപ്പോൾ മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ട, സർവാത്മന സ്വാഗതമാണ് കോൺഗ്രസിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJP-ക്കാർ തിരിച്ചടിയാകും. പാലക്കാട് 20-ാം തെരഞ്ഞെടുപ്പാണ്. പ്രചരണത്തിലടക്കം സന്ദീപ് വാര്യരുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടത്. ഇത് പെട്ടെന്ന് ഇന്നൊരു ദിവസം ഉണ്ടായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് മനസ്സിലാക്കേണ്ടതേയില്ല. അത് കൽപ്പാത്തി തേരുത്സവ ശേഷം പല നേതാക്കളുടെയും മുന്നണി ചാട്ടം ഉണ്ടാകും എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നതാണ്. അതിന് വളരെ കൃത്യമായ വ്യക്തമായ ഒരു ഉത്തരം വരുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ CPM ആദ്യഘട്ടത്തിൽ സന്ദീപിനെ ക്ഷണിച്ചിരുന്നെങ്കിൽ പോലും അതിനുശേഷം ഇപ്പുറത്ത് കോൺഗ്രസും സന്ദീപിനെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ്. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി ഇവിടെ പാലക്കാട് എത്തി പ്രസംഗിക്കുന്ന ദിവസം ആ വാർത്തകളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് സന്ദീപ് വാര്യറിനെ എത്തിച്ചുകൊണ്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ കോൺഗ്രസ് പാലക്കാട് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. BJP-യെ സംബന്ധിച്ച് BJP നേരത്തെ തന്നെ സന്ദീപ് ഇനി ഇങ്ങോട്ടില്ല എന്ന തിരിച്ചറിവും ആ തരത്തിലുള്ള നീക്കങ്ങളും നടത്തിയിരുന്നു. സന്ദീപിന്റെ പിന്നാലെ പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് അന്ന് തന്നെ അവർ എത്തിയിരുന്നതാണ്. എന്തായാലും സന്ദീപിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് സന്ദീപിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ, സന്ദീപിന്റെ തീരുമാനങ്ങൾ ഒക്കെ മറ്റൊരു തീരുമാനം സന്ദീപിന് ഉണ്ടാകും, അതായത് BJP അല്ലാതൊരു തീരുമാനം ഉണ്ടാകും എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെയൊക്കെ പ്രതികരണത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നറിയില്ല. ഈ ഓഫീസിനുള്ളിലാണ് പലരും ഉള്ളത്. അവരോടൊക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് 2 ദിവസം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട ധാരണയിലെത്തിയതെന്ന് മനസ്സിലാകും. സജിത്ത്, വലിയ രാഷ്ട്രീയ നീക്കമാണ് പാലക്കാട്ട് നടക്കുന്നത്. കാരണം CPM ആണ്. ഷാഫി ഫർദ് ഇപ്പം പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ആണോ? അറിഞ്ഞോ? ഉറപ്പിക്കാമോ ഷാഫി? പാർട്ടിയെ പറയണ്ട, ഞാൻ പാർട്ടി പറയുമെന്നാണ് ഷാഫിയുടെ പ്രതികരണമാണ്. അതായത് ഉറപ്പിക്കാം എന്ന് തന്നെ ഏതാണ്ട് പറയാതെ പറയും. അതായത് ഉറപ്പിക്കാമെന്ന് തന്നെയാണ് ഷാഫിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് സന്ദീപ് വാര്യർ ഏത് നിമിഷവും ഈ പാർട്ടി ഓഫീസിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നേതാക്കൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി ഏത് നിമിഷവും സന്ദീപ് വാര്യർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഇവിടെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഉള്ളത്. അതായത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഫലത്തിൽ അത് സ്ഥിരീകരിക്കുകയാണ്. ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ കാണുന്നതിന് തൊട്ട് പിന്നിലുള്ള ഹാളിലാണ് ഈ ഒരു വാർത്താ സമ്മേളനങ്ങൾ നടക്കാറുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ന് മുകളിലത്തെ നിലയിലേക്ക് വാർത്താ സമ്മേളനം മാറുന്നു. ഏത് നിമിഷവും സന്ദീപ് വാര്യർ ഇവിടേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് ഏത് നിമിഷം ഏത് വാഹനത്തിൽ എത്തുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെ പാലക്കാട് നടക്കുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേരുന്നു. അതും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ കോൺഗ്രസിനായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.